everyone, welcome back to another video of Edutalim. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇഗ്നോ കുട്ടികൾക്കായിട്ടുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇഗ്നോന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മാറിയ സിലബസ് പ്രകാരം നമ്മുടെ ഒരു കോഴ്സ് അനാലിസിസ് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 3 ഇയറിൻ്റെ കോഴ്സാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ കോഴ്സസ് പഠിക്കാനുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കോഴ്സസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 5 കോഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കോർ കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സ്, മൈനർ ഓർ വൊക്കേഷണൽ കോഴ്സ്. അപ്പോൾ ഇതിൽ കോർ കോഴ്സാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം എന്താണ്, എലക്റ്റീവ് കോഴ്സാണ് കേട്ടോ. അപ്പോൾ അത്രയും കോഴ്സാണ് നോക്കുന്നത്. അതിലിത് മെയിൻ കോർ കോഴ്സായിട്ട് പറയുന്നത് ഏതാണ്, ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇത് രണ്ടുമാണ് നമ്മുടെ കോർ കോഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ BA ഇംഗ്ലീഷിനെ ബന്ധപ്പെടുത്തില്ല അല്ലെങ്കിൽ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള 2 കോഴ്സാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അതേപോലെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, എലക്റ്റീവ് കോഴ്സസ് ആണ്. അപ്പോൾ എലക്റ്റീവ് കോഴ്സസിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ്, ഇന്ത്യൻ സൊസൈറ്റി, ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, ഓൺടർപ്രണർഷിപ്പ്, പേഴ്സണൽ സ്കില്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് നമുക്ക് എലക്റ്റീവ് കോഴ്സായിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു 1 ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഈ ഒരു BA ഇംഗ്ലീഷ് എടുത്തു, നമുക്ക് എന്ത് ജോബ് ഉണ്ടാവും? ഏതൊരു കോഴ്സ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ നന്നായിട്ട് അനാലിസിസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു BA ഇംഗ്ലീഷ് എടുത്ത് അതിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ കോപ്പി റൈറ്റർ ആവാം, എഡിറ്റോറിയൽ അസിസ്റ്റൻറ്റ്, ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ടീച്ചർ, ലെക്സോഗ്രാഫർ, മാഗസിൻ ജേർണലിസ്റ്റ്, ന്യൂസ് പേപ്പർ ജേർണലിസ്റ്റ്, പ്രൈവറ്റ് ട്യൂട്ടർ, പബ്ലിഷിംഗ് കോപ്പി റൈറ്റർ അല്ലെങ്കിൽ പ്രൂഫ് റീഡർ, സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വെബ് കണ്ടന്റ് മാനേജർ, റൈറ്റർ, അക്കാദമിക് ലൈബ്രറിയൻ, അഡ്വർടൈസിംഗ് കോപ്പി റൈറ്റർ, ആർക്കൈവിസ്റ്റ്, arts administrator, education consultant, information officer, learning mentor, marketing executive, media researcher, PPC specialist, primary school teacher, public relations officer, records manager, social media manager. അങ്ങനെ ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഇയറിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എജുത്താലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.